ആർക്കും ശല്യമൊന്നും ഉണ്ടാക്കാതെ ഒരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു ഹോയ് വിളി സൗണ്ട് കേട്ടു. അങ്ങനെ നോക്കിയപ്പോൾ അപ്പുറത്തെ അശ്വതിയെ ഞാനും കൂടെ വരട്ടെ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് പോന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്കൊരു കൃഷിയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് കുറേയേറെ ഇങ്ങനെ അതിൻ്റെ തണ്ട് ഇങ്ങനെ വളർന്ന് കിടപ്പുണ്ട് കേട്ടോ. ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് ഉണ്ടായി കഴിഞ്ഞ ഭാഗത്തുനിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ ഡ്രാഗൺ ഫ്രൂട്ട് തൈ എടുക്കാം. അങ്ങനെ എൻ്റെ കൈക്ക് നോവരുത് അതിന് നോവരുത് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ചുറ്റും മുള്ളായതുകൊണ്ട് കുറച്ച് പാടാണ് കേട്ടോ അതിൻ്റെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം ഒരു വിധത്തിൽ കട്ട് ചെയ്തെടുത്തു കേട്ടോ. നമ്മുടെ അടുത്ത് ഇതിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ടോ എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊക്കെ കുറച്ച് കൊടുത്തു കേട്ടോ കട്ട് ചെയ്തത്. ബാക്കി നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് നടുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ ഇതുണ്ടല്ലോ, എന്തോ അതിൻ്റെ പേര്, ടയറിൽ മണ്ണ് നിറച്ചിട്ട് അതിനകത്താണ് കേട്ടോ നമ്മൾ ഇറക്കി വെക്കുന്നത്. നമ്മൾ ഒരുപാട് ഡീപ്പായിട്ടുള്ള കുഴിയൊന്നും എടുക്കേണ്ട ഇത് നടാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾ പീൽസൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, വേറെ വളമൊന്നുമില്ല. എത്രയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിവിടെ നട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളവും കൂടെ തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഭാഗത്തേക്ക് നടുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയോ കുറച്ച് കാടും പടലൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയ സമയത്ത് നമുക്കൊരു മാവിൻ്റെ തൈയും കൂടെ കിട്ടി കേട്ടോ. അപ്പോൾ അത് കളഞ്ഞില്ല, അതും ഒരു സൈഡിലേക്ക് നട്ട് വെച്ചിട്ടുണ്ട്. ഏതാ നമുക്ക് നല്ലതാവുന്നതെന്ന് അറിയത്തില്ലല്ലോ.